തിരക്കുള്ള ഒരു നടനാവുക. ക്ലിന്റ് ഈസ്റ്റ്വുഡ് കൗബോയ് ചിത്രങ്ങളിലെ പോലെ തൊപ്പിയും വെച്ച് കുതിരപ്പുറത്ത് കയറി വരുന്ന നായകൻ. അത്തരമൊരു സ്വപ്നമായിരുന്നു സിനിമ മോഹിച്ച് നടന്ന കാലത്ത് മമ്മൂട്ടി കണ്ടിരുന്നത്. എന്നാൽ ഇത്ര കാലത്തിനിടയ്ക്കും അത്തരമൊരു വേഷം തനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മമ്മൂട്ടി ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. വർഷം 1971. KS സേതുമാധവൻ, തോപ്പിൽ ബാസി കൂട്ടുകെട്ടിൽ പറഞ്ഞ അനുഭവങ്ങൾ പാളിച്ചകൾ. മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ ആദ്യ കാൽവെപ്പ്. ചിത്രത്തിൽ റിഫ്ലക്ടറിന്റെ വെളിച്ചത്തിൽ കണ്ണു തുറക്കാൻ ബുദ്ധിമുട്ടി ഓടി വരുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു തുടക്കം. 1973 K. നാരായണൻ, ശ്രീകുമാരൻ തമ്പി ചിത്രമായ കാലചക്രം. വേഷം ഒരു കടത്തുകാരൻ. ആ ചിത്രത്തിൽ തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ ആദ്യ ഡയലോഗും. 1980 വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിൽ മാധവൻ കുട്ടി മേനോൻ എന്ന ശ്രദ്ധേയമായൊരു വേഷം മമ്മൂട്ടി ചെയ്യുന്നു. നൽകിയത് MT. അതേ വർഷം തന്നെ ഹിറ്റ് സംവിധായകനായ KG ജോർജിന്റെ മേള സംഭവിക്കുന്നു. ചിത്രത്തിൽ മോട്ടോർ സൈക്കിൾ അഭ്യാസിയായി വിജയൻ എന്ന വേഷത്തിൽ മമ്മൂട്ടി. ചിത്രം ശ്രദ്ധേയമായതോടെ മമ്മൂട്ടിയും ശ്രദ്ധിക്കപ്പെടുന്നു. പിന്നീട് 1981 PG വിശ്വംഭരൻ എന്ന ഹിറ്റ് മേക്കറിന്റെ ഒപ്പം സ്ഫോടനം. സുകുമാരൻ, സോമൻ, സീമ ഒപ്പം പ്രധാന വേഷത്തിൽ മമ്മൂട്ടിയും. എന്നാൽ ഒരു തിരുത്ത്, സജിൻ എന്ന പേരിലാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തിയത്. അതിനുശേഷം 1981 PK ജോസഫ് സംവിധാനം ചെയ്ത ഊതിക്കാച്ചിയ പൊന്ന് ചിത്രത്തിൽ ശങ്കറിനൊപ്പം മമ്മൂട്ടിയും അഭിനയിക്കുന്നു. കൂടാതെ ഒരു തമിഴ് ചിത്രത്തിന്റെ റീമേക്കായി മുന്നേറ്റം എന്ന ശ്രീകുമാരൻ തമ്പി ചിത്രം. രതീഷിനൊപ്പം രാജപ്പൻ എന്ന കഥാപാത്രമായി മമ്മൂട്ടി. പക്ഷെ ആ ചിത്രം പുറത്തിറങ്ങിയില്ല. എന്നാൽ മമ്മൂട്ടിയിലെ നടൻ സിനിമയും അഭിനയവും കൂടുതൽ പഠിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ വർഷം IV ശശിയുടെ തന്നെ 2 ചിത്രം, തൃഷ്ണയും അഹിംസയും സംഭവിക്കുന്നു. ചിത്രത്തിൽ സമ്പന്നനും അല്പം കുരുത്തക്കേടുമുള്ള ദാസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടിക്കായി MT ഒരുക്കിയത്. മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ ആദ്യ നായക വേഷമായിരുന്നു തൃഷ്ണയിലേത്. കേരളത്തിലെ ഹിന്ദു മുസ്ലിം രാഷ്ട്രീയത്തെയും ചില ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ പ്രേരണയാൽ സൃഷ്ടിക്കപ്പെട്ട സംഘർഷങ്ങളെയും കുറിച്ച് സംസാരിക്കുന്ന ചിത്രമായിരുന്നു അഹിംസ. ചിത്രത്തിൽ വാസു എന്ന കഥാപാത്രമായി മമ്മൂട്ടി നിറഞ്ഞാടിയപ്പോൾ ആ വർഷത്തെ കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച 2ാമത്തെ നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയെ തേടിയെത്തി. അതായിരുന്നു മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിന്റെ ആദ്യ അംഗീകാരം.